ഗീതാഗോവിന്ദത്തിൽ അജാസിന്റെ മാസ്റ്റർ പ്ലാൻ. അതേ പ്രേക്ഷകരെ, ആ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ചുരുളഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും, നമ്മുടെ അജാസാണ് കിഷോറിനെ കൊന്നത് എന്നുള്ളൊരു കാര്യം കിഷോർ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർണികയ്ക്ക് ആ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് കൊണ്ട് വീണ്ടും ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കിഷോറിനെ കൊന്നൊടുക്കിയത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അവർണികയോട് വല്ലാത്തൊരു കെയറും സ്നേഹവും. അപ്പോൾ നമ്മുടെ ഗീതു ആ ഒരു അവർണികയോടുള്ള ഒരു പ്രത്യേക ഒരു പ്രണയം നമ്മുടെ ഗീതു അജാസിൻ്റെ അത് കൈയോടെ പിടിക്കുന്നുണ്ട്. ഇനിയാണ് രഹസ്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ചുരുളടിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇനിയാണ് ഓരോന്നോരോന്ന് അഴിയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീക്കിലി പ്രൊമോയിൽ കാണും നമ്മുടെ ഗീതുവും ഗോവിന്ദും ആ വെമ്പാലമുക്കിൽ പോയി പിന്നെയും കുറേ ആ ഒരു ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ അജാസിൻ്റെ ആ ഒരു സ്പ്രേ, ആ ഒരു ശ്വാസമുട്ടലടിക്കുന്ന ഒരു സ്പ്രേ അവിടെ കിടന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ഗീതുവിന് മനസ്സിലായി, ഇതിൻ്റെ പിന്നിൽ അജാസ് തന്നെയാണ്, അജാസ് തങ്ങളെയൊക്കെ വീണ്ടും ചതിക്കുകയായിരുന്നു, അജാസിന് വീണ്ടും കുറേ രഹസ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഗീതുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ ഗീതുവും ഗോവിന്ദും ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു സംസാര രീതിയിൽ തന്നെ നമ്മുടെ അജാസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാരണം അജാസ് മനഃപൂർവ്വം തങ്ങളെയൊക്കെ ചതിച്ചതല്ലേ. അപ്പോൾ പിന്നെ അജാസിനോട് അവരങ്ങനെ ഇനി പെരുമാറുകയുള്ളൂ. ഇത്രയും രഹസ്യങ്ങൾ മൂടി വെച്ച്, അതും നമ്മുടെ ഗോവിന്ദൻ്റെ അച്ഛൻ്റെ ഒരു പുണ്യഭൂമിയിൽ തന്നെ ആ ഒരു കിഷോറിനെ വന്ന് കുഴിച്ചിട്ടല്ലോ നമ്മുടെ അജാസ്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ഗോവിന്ദ് ആ ഒരു തെറ്റ് നമ്മുടെ അജാസിൻ്റെ ഒരിക്കലും ക്ഷമിക്കില്ല അല്ലേ. പകരം ആ ഒരു ഭദ്രനെ എവിടേക്ക് മറവ് ചെയ്തു എന്നുള്ളൊരു കുറേ ചോദ്യങ്ങൾക്ക് ഇനി നമ്മുടെ അജാസ് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു അല്ലേ പ്രേക്ഷകരെ. അപ്പോൾ ആ ഒരു രഹസ്യങ്ങളുടെ ചുരുളഴിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ഗീതാഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.